ഗുജറാത്തിലെ സൂറത്തിലുള്ള ആശ്രമത്തിൽ വെച്ച് ആശാറാം ബാപ്പുവും മകൻ നാരായൺ സായിയും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് സഹോദരിമാരായ 2 പെൺകുട്ടികൾ ഗുജറാത്ത് പോലീസിന് പരാതി നൽകിയിരുന്നു. രാജസ്ഥാനിലെ ആശ്രമത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ആശാറാം ബാപ്പു അറസ്റ്റിലായ സമയത്താണ് ഈ പരാതി വന്നത്. തുടർന്ന് കഴിഞ്ഞ 59 ദിവസമായി നാരായൺ സായ് ഒളിവിലായിരുന്നു. പല വേഷങ്ങളിൽ രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലൂടെ ഇയാൾ തുടർച്ചയായി യാത്ര ചെയ്യുകയായിരുന്നുവെന്നും ഇന്നലെ അർദ്ധരാത്രിയോടെ സിഖുകാരന്റെ വേഷത്തിൽ ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് കടക്കുന്ന സമയത്താണ് അറസ്റ്റിലായതെന്നും പോലീസ് പറഞ്ഞു. ഇയാളെ ഇപ്പോൾ ഡൽഹി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. സൂറത്തിലെ ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ഇളയ സഹോദരിയായ പെൺകുട്ടിയെ 2002 മുതൽ 2005 വരെ നാരായൺ സായ് തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. മൂത്ത സഹോദരിയായ പെൺകുട്ടിയെ 1997 മുതൽ 2006 വരെ ആശാറാം ബാപ്പു തുടർച്ചയായി പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. 75-കാരനായ ആശാറാം ബാപ്പുവും മകനും ചേർന്ന് ഇന്ത്യയിലുടനീളം 400ഓളം യോഗ ധ്യാന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് നാരായൺ സായിയുടെ അറസ്റ്റ്. അതിനാൽ അറസ്റ്റിന് രാഷ്ട്രീയ പ്രാധാന്യവും കൽപ്പിക്കപ്പെടുന്നു. മീഡിയ 1 ഡൽഹി.